ക്രിസ്ത്യാനിയായ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം നമുക്കായി പദ്ധതിയായി ഒരുക്കിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പൂർത്തീകരണമാകാനാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്തുമസ് സീസണും സദ്വാർത്തയുടെ സമയമാണ്. പരസ്പരം രക്ഷകനായ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും കൈമാറുന്ന സുദിനങ്ങൾ. ആഗമന കാലത്തിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ വചന വിചിന്തന വിഷയവും സദ്വാർത്തയുടെ സുവിശേഷങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 61 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. വിമോചനത്തിൻ്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ത്രിത്വസഭ ഇന്ന് പരിശുദ്ധ ത്രിത്വസഭ സ്ഥാപകനായ വിശുദ്ധ ജോൺ ദെ മാത്തായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ജോൺ ദെ മാത്തായുടെ ജീവിതത്തിലും തലക്കെട്ടായി നിൽക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 61 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. വിമോചനത്തിൻ്റെ സദ്വാർത്തയാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച വിശുദ്ധ ജോൺ ദെ മാത്ത ആ പാതയിലൂടെ തുടരുവാനായി പരിശുദ്ധ ത്രിത്വസഭ സ്ഥാപിക്കുകയാണ്. ഇന്നും പരിശുദ്ധ ത്രിത്വസഭ മക്കൾ അതേ ചൈതന്യത്തിലൂടെ വിശുദ്ധ ജോൺ ദെ മാത്തായുടെ അതേ പ്രേക്ഷിത വേലയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്തവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സദ്വാർത്തയായി പരിശുദ്ധ ത്രിത്വസഭ കുടുംബം ഇന്നും നിലനിൽക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും പറയപ്പെടുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിന് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ഇപ്രകാരമാണ്: എല്ലാ കാര്യങ്ങളിലും സാഹചര്യങ്ങളിലും സന്തോഷമുള്ളവരായിരിക്കുവിൻ, നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും 1-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുക: വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് അവതീർണനാകുന്നത് വരാനിരിക്കുന്ന രക്ഷകൻ്റെ പാതയൊരുക്കുന്ന വലിയ ഉത്തരവാദിത്വവുമായിട്ടാണ്. വരാനിരിക്കുന്ന രക്ഷകൻ്റെ സദ്വാർത്തയുമായിട്ട് സ്നാപക യോഹന്നാൻ ഈ ഭൂമിയിലേക്ക് പിറക്കുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനിയായ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം നമുക്കായി പദ്ധതിയായി ഒരുക്കിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പൂർത്തീകരണമാകാനാണ്. വിശുദ്ധ ജോൺ ദെ മാത്തയെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ നമുക്കും രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്തയായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാം. മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഈ രക്ഷയുടെ സദ്വാർത്തയായി നമുക്ക് മാറാം. വിമോചക ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.